അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉഴുന്നുവട തയ്യാറാക്കാമെന്ന് നോക്കാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി ഉഴുന്നുവട വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു 3 മണിക്കൂർ മുമ്പ് ഉഴുന്ന് പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് പൊതിർന്ന് കഴുകിയെടുത്തതാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മിക്സിയിൽ 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനും ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒതുക്കിയെടുത്താൽ പോരാ, നന്നായിട്ട് അരച്ചെടുത്താലാണ് നല്ല വട റെഡിയാക്കാൻ പറ്റൂ. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ 1-2 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്തതിന് ശേഷം ഇതിൽ ഞാൻ പൊടിക്കാത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച കുരുമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് ചേർത്തു. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ മുളകിടാൻ വിട്ടുപോയത് കൊണ്ടാണ് കുഴച്ചതിന് ശേഷം മുളക് ചേർത്തത്. അപ്പോൾ മുഴുവനും ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കയ്യിൽ മാവ് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നുമാവിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി സെൻറ്ററിൽ ഒരു ഹോളും വെച്ച് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൽ അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ വട നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.